ഇപ്പോൾ അവിടെ ക്രമീകരണങ്ങളൊക്കെയും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതാ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നിരന്നു നിന്നത് നമ്മൾ കാണുകയാണ്. പി ചിത്തരഞ്ജനാണ് അവിടെ അക്കാര്യങ്ങൾ അറിയിച്ചത്. അല്പം മുമ്പ് സജി ചെറിയൻ എന്ന പേര് മാറി പറഞ്ഞിരുന്നു. പി ചിത്തരഞ്ജനാണ് അത്തരം നിർദ്ദേശങ്ങൾ അവിടെ നിന്ന് നൽകുന്നത്. ഇപ്പോൾ ചില ഔദ്യോഗിക കർത്തവ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് യാത്ര അത് വലിയ ചുടുകാട്ടിലേക്ക് നീളുകയാണ്. അത് ആരംഭിക്കുകയാണ്. വലിയ ചുടുകാട്ടിലേക്ക് പൊതുദർശനം പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മളത് കണ്ടതാണ്. പരമാവധി ആളുകൾക്കും കാണാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. നിറഞ്ഞ മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയിൽ ആ വിപ്ലവ സൂര്യൻ ആ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നും ഇതാ വലിയ ചുടുകാട്ടിലേക്ക് നീങ്ങുകയാണ്. ആ വിലാപയാത്രാ വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കയറ്റിയിട്ടുണ്ട്. ഇനി ഇതിവിടെ നിന്നും വലിയ ചുടുകാട്ടിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷേ അവിടെയും ആ പാതകളിലും ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. വലിയ ചുടുകാട്ടിലെ ആ ചുമപ്പ് ഗേറ്റിന് മുന്നിൽ തിങ്ങിക്കൂടി നിൽക്കുന്ന ആളുകളെ അല്പം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുമാണ്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട VS-ന്, കേരളത്തിൻ്റെ ഏറ്റവും വലിയ വിപ്ലവകാരിക്ക്, കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ നേതാവിന് ഇതാ ഈ ജനത ഇങ്ങനെ അന്ത്യാഭിവാദ്യങ്ങളേകുകയാണ്, അന്ത്യ യാത്രയയപ്പ് നൽകുകയാണ്. VS എന്താണോ ഈ നാടിന് വേണ്ടി, ഈ കേരളത്തിന് വേണ്ടി ചെയ്തത്, അത് ഈ
സ്നേഹത്തിൻ്റെ രൂപത്തിൽ ദിവസങ്ങളായി കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും VS ഉള്ള എല്ലാ ഇടങ്ങളിലേക്കും ഒഴുകിയെത്തിയ മനുഷ്യരുടെ രൂപത്തിൽ നമ്മളത് തിരിച്ചു നൽകുകയാണ്. അങ്ങനെ ആ നേതാവ് ഇതാ എന്നേക്കുമായി നിത്യതയിലേക്ക് മായുകയാണ്. പോരാട്ടങ്ങൾ ഒരുപാട് കണ്ട പോരാളികളെയൊക്കെയും ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ വലിയ ചുടുകാട്ടിൻ്റെ ആ മണ്ണ് VSനും വേണ്ടി ചിതയൊരുക്കിയിട്ടുണ്ട്. അവിടേക്ക് അതും നമ്മൾ അല്പം മുമ്പ് ആ ദൃശ്യങ്ങൾ കണ്ടു. അത് കണ്ണേ കരളെ VS ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് ഈ മനുഷ്യരൊക്കെയും ഏറ്റുവിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ പോലെ ചുവന്ന റോസാപ്പൂക്കൾ വിരിച്ച ആ ഇടം നമ്മൾ കണ്ടു. അതിൻ്റെ മുകളിലായി വെള്ള അക്ഷരത്തിൽ VS എന്ന 2 അക്ഷരങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന അരിവാൾ ചുറ്റികയും നമ്മൾ കണ്ടു. അപ്പോൾ ആ പാർട്ടി, ആ പ്രസ്ഥാനം ഈ നിലയിൽ കാണുന്ന VS അച്യുതാനന്ദനെ പരുവപ്പെടുത്തിയതിൽ വഹിച്ച പങ്ക് നമുക്കറിയാവുന്നതാണ്. അല്പം മുമ്പ് നമ്മൾ കേട്ടതുപോലെ VS ഇല്ലെങ്കിൽ ഈ പാർട്ടിയില്ല, ഈ പാർട്ടിയില്ലാതെ VSും ഇല്ല. അപ്പോൾ ആ നിലയിൽ കേരളത്തിൻ്റെ തന്നെ വിപ്ലവ ഭൂമികയിൽ സുദീർഘമായ ഏടുകൾ തീർത്ത VS അച്യുതാനന്ദൻ എന്ന വിപ്ലവകാരി, ധീരനായ കമ്മ്യൂണിസ്റ്റ്, ഏറ്റവും വലിയ ജനകീയൻ, മനുഷ്യരോടൊപ്പം നിലകൊണ്ട ആ നേതാവ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിലേക്ക് ഇതാ അടുക്കുകയാണ്. അത് വലിയ ചുടുകാട്ടിലേക്ക് നീളുകയാണ്. ആ വാഹനം അതിൻ്റെ വാതിലടഞ്ഞിട്ടുണ്ട്. VSനെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇവിടെ മണിക്കൂറുകൾ നീണ്ട പൊതുദർശനമായിരുന്നു. എവിടെ നിന്നൊക്കെയാണ് ആളുകൾ എത്തിയത് എന്നുള്ളത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ആ മനുഷ്യരുടെ മുഴുവൻ സ്നേഹവും ഏറ്റുവാങ്ങിയാണ് ആ നേതാവ് നടന്നു നീങ്ങുന്നത്, നടന്നകലുന്നത്. അവിടെ ഇപ്പോൾ ഇതാ ആ നേതാവിനെ ആ വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. അത് വിലാപയാത്ര വാഹനമാണ്. അവിടെ നിന്നും ഇനി വലിയ ചുടുകാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ഇത്ര മണിക്കൂറുകൾ ആവർത്തിച്ച് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട VS, ആരായിരുന്നു നിങ്ങൾ ഈ നാടിന് എന്നുള്ള ചോദ്യം മാത്രം ബാക്കിയാകുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട നേതാവേ, പ്രിയപ്പെട്ട VS, ആരായിരുന്നു നിങ്ങൾ ഈ നാടിന്? ചരിത്രത്തിൽ നിങ്ങൾ ഞങ്ങളെ പുന്നപ്ര വയലാർ സമരനായകനെന്ന് പഠിപ്പിച്ചു. വർത്തമാനകാലത്തിൽ ഏറ്റവും ജനകീയനായ ജനനേതാവെന്ന് ഞങ്ങൾ നിങ്ങളെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു. പക്ഷേ ഇതൊന്നുമായിരുന്നില്ല VS അച്യുതാനന്ദൻ എന്നുള്ളത് ഈ മണിക്കൂറുകൾ കേരളത്തെ പഠിപ്പിക്കുകയാണ്. ഈ കൂടി നിൽക്കുന്ന ഓരോ മനുഷ്യരുമാണ് VS അച്യുതാനന്ദൻ. ഈ കൂടി നിൽക്കുന്ന ഓരോ മനുഷ്യരിലും അദ്ദേഹം തീർത്ത വിപ്ലവ ബോധ്യമാണ് VS അച്യുതാനന്ദൻ. ഈ കൂടി നിൽക്കുന്ന ഓരോ മനുഷ്യരിലും തലമുറകൾ കെടാതെ കൈമാറാൻ ആ മനുഷ്യൻ തെളിയിച്ച വിപ്ലവത്തിൻ്റെ ഓർമ്മയാണ്, പോരാട്ടത്തിൻ്റെ ഓർമ്മകൾ കൂടിയാണ് VS അച്യുതാനന്ദൻ. അങ്ങനെ ആ ജനകീയനായ നേതാവ് ഇതാ നമ്മൾ കാണുന്നു. അദ്ദേഹം ആലപ്പുഴയിലെ ആ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നും, ആ ഗ്രൗണ്ട്, ആ മൈതാനം VSൻ്റെ ഒരുപാട് പ്രസംഗങ്ങൾക്ക്, VSൻ്റെ കാച്ചിയും കുറുക്കിയുമുള്ള ഒരുപാട് വാക്കുകൾക്ക്, എതിരാളികളുടെ വായടപ്പിക്കുന്ന മറുപടികൾക്ക് ഒക്കെയും സാക്ഷ്യം വഹിച്ചതാണ്. അവിടെ നിന്നും നിശബ്ദനായി ആ നേതാവ് മടങ്ങുകയാണ്, നിറഞ്ഞ മുദ്രാവാക്യം വിളിയുടെ അകമ്പടിയോടെ.